എന്ന് പറഞ്ഞാൽ അവള് നമ്മളൊരു കാര്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവള് ചെയ്തോളും. അച്ഛനൊക്കെ വീട്ടുകാരെല്ലാം കട്ട സപ്പോർട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് ദിയ ജോസഫ്. ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട് പള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുവാണ്. അത് എനിക്ക് കൊച്ചിലെ തൊട്ട് അച്ഛയുടെ കൂടെ നിന്ന് പണിയൊക്കെ പിന്നെ ആദ്യമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി സംഭവം ഒന്ന് എങ്ങനെയാ സംഭവം എന്നൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത് മാത്രം പോരല്ലോ, വണ്ടിയും കൂടെ ഒന്ന് പണിതാലല്ലേ ഉള്ളൂ സെറ്റാവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനാണ് ഇച്ചിരിയുടെ ആരോഗ്യമൊക്കെ വെച്ചിട്ട് കയറിയാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാനതിന് വേണ്ടി 10ാം ക്ലാസ് വരെ വെയിറ്റ് ചെയ്തു. 10ൻ്റെ അവധി ആയപ്പോഴത്തേക്കും അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാനും കൂടെ കയറിക്കോട്ടെ എന്ന് ചോദിച്ച്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്, നീ കയറിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛയുടെയും ഗിരിശേട്ടൻ്റെയും കൂടെ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇച്ചിരിയുടെ കട്ടിയൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ എനിക്ക് അവധിക്ക് ഞാനിങ്ങനെ സത്യത്തിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് മെയിനായിട്ട് അച്ഛയുടെ കൂടെ കയറുന്നത്. അതിപ്പം ഞാൻ ക്ലാസ്സില്ലാത്ത സമയത്തൊക്കെ അവധിക്ക് അച്ഛയുടെ കൂടെ കയറും. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കൊക്കെ പണിന്ന് കാണുമ്പോൾ എന്താ പോലെ തോന്നി ഞാനും കൂടെ കയറി അച്ഛയുടെ കൂടെ കൂടി സഹായിക്കും. അങ്ങനെയാണ്. എൻ്റെ കൂട്ടുകാർക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഞാനിപ്പം എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് മാത്രമേ ഇതൊക്കെ അറിയത്തുള്ളൂ. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാനിനി എൻജിനീയറിങ്ങിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ മെക്കാനിക്ക് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ വീട്ടിൽ എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഞാൻ അച്ഛയുടെ കൂടെ എന്നായാലും ഉറപ്പായിട്ടും കയറും. ഇതൊരു സംശയമില്ല, ഞാൻ ഉറപ്പായിട്ടും അച്ഛയുടെ കൂടെ സഹായിക്കാൻ കയറും. അച്ഛയൊക്കെ വീട്ടുകാരെല്ലാം കട്ട സപ്പോർട്ടാണ്. അച്ഛയും അനിയത്തിയും അമ്മയും അച്ഛനും അമ്മച്ചിയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നീ ചെയ്തോളാനാണ് പറയുന്നത്, ഒന്നും പറയത്തില്ല. പിന്നെ കൊച്ചിലെ തൊട്ട് അച്ഛയൊക്കെ കൊച്ചിലെ തൊട്ട് പണിയുന്നൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ടൊക്കെ അല്ലേ പഠിപ്പിച്ച് എന്നെ ഇത്ര ആക്കിയത്. അപ്പം ഞാൻ എന്നാ വിചാരിച്ചത് എനിക്ക് അച്ഛൻ കാണുമ്പോൾ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന പണിയുന്നതൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനെ കൂടെ സഹായിക്കാനും കൂടെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയത്. റോയൽ എൻഫീൽഡിൻ്റെ കോൺകോഡ് റൈഡ്സ് എന്ന കോട്ടയത്തെ ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ ന്യൂസ് പേപ്പറിലുമായിട്ടാണ് ദിയയുടെ ഒരു കാര്യങ്ങൾ അറിയുന്നത്. ദിയ ജോസഫ് എന്ന റോയൽ എൻഫീൽഡിനെ സ്നേഹിക്കുന്ന ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെപ്പറ്റി അറിയുന്നത്. അപ്പം അത് ഞങ്ങളിലും ഒരുപാട് കൗതുകം ഉണർത്തി. ആളെ ഒന്ന് കാണണം, ആളെയും ജോസഫ് ഏട്ടനെയും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ എന്തായാലും മനസ്സിലുറപ്പിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ഷോറൂമിൽ തന്നെ ജോസഫ് ഏട്ടൻ ഒരു പഴയ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ജോസഫ് ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ദിയയെ പരിചയപ്പെട്ടു, ദിയയുടെ കാര്യങ്ങൾ അറിഞ്ഞു. ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷനും ഞങ്ങളുടെ വക കൊടുക്കുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പം ദിയയ്ക്കും ദിയയുടെ അച്ഛൻ ജോസഫ് ഏട്ടനും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അത് പഠിക്കുകയും ചെയ്യും. പഠിക്കുന്ന സമയത്ത് പുള്ളി ഇതിൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കുന്ന പുള്ളി എൻ്റെ കൂടെ പതിയെ ഇറങ്ങി വന്ന് അവിടെ വന്നിരിക്കും. എന്നിട്ട് അതാണ് പുള്ളിയുടെ ഒരു റെസ്റ്റ്. അതായത് ഇവിടെ കളിക്കാൻ അവർ വേറെ ഉണ്ട്, പിള്ളേർ ഒക്കെ ഉണ്ട്, ചേട്ടൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ അത് കളിക്കുമെങ്കിലും പുള്ളി ആ സമയത്ത് നമ്മളെ വന്ന് സഹായിക്കും. അച്ഛൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ഒരു ഇത് വെച്ചോട്ട് ഓടി വന്ന് എന്നെ സഹായിക്കും. എന്തെങ്കിലും ഉണ്ടോ പിടിച്ചു തരണോ, അതായത് ഇഞ്ചൻ അഴിക്കാനുണ്ടോ, അതായത് നമുക്കിപ്പോൾ ഒരു പെയിൻറ്റിങ് വേണ്ടിയൊക്കെ വന്നാൽ പുള്ളി അഴിച്ച് മറ്റേ സൈഡ് പുറത്തെ എല്ലാം അഴിച്ച് നമ്മളെ ഒന്ന് സഹായിക്കും. പിന്നെ ഇഞ്ചിനൊക്കെ താക്കാൻ നേരത്ത് മാത്രം നമ്മൾ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. ബോൾട്ട് നെറ്റൊക്കെ ഊരാനൊരു ശാലം കട്ടിയുണ്ടല്ലോ, തുരുമ്പൊക്കെ ഇരിക്കുന്നത്, തുരുമ്പ് പിടിച്ചൊക്കെ ഒന്ന് അഴിച്ചെടുക്കാൻ ശാലം കട്ടി വരും. അല്ലെങ്കിൽ അവൾ കുഴപ്പമില്ല. അത് അവളെക്കുറിച്ച് അറിയണത് അച്ഛനോട് ചോദിച്ചാൽ മതി. അച്ഛൻ അവളെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു തരും. കൊച്ചുമോൾ എല്ലാ കാര്യത്തിനും മിടുക്കത്തെയാണ്, പഠിക്കാനും സാമർഥ്യമുണ്ട്. പിന്നെ അവൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വർക്ക്ഷോപ്പിൽ പോയി അപ്പനെ പോയി സഹായിക്കും. കൂടുതൽ സമയം പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് ഇവിടെ ഇരുന്ന് എന്നെ കൂടെ സമയം ചിലവഴിക്കും. എനിക്കും അവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പണിയില്ലാത്തപ്പോൾ ഇവിടെ വന്നിരുന്ന് രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് സഹായിക്കും. അവൾ നല്ല മകളായിട്ട് ഇപ്പം അപ്പൻ്റെ കൂടെ ചെറിയ ചെറിയ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. +2 കഴിഞ്ഞ്
ഇപ്പോൾ ഏതെങ്കിലും എൻജിനീയറിംഗ് കോളേജിലോ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ നോക്കുക. ഈ +2 ആ കാലഘട്ടമൊക്കെ ആകുമ്പോൾ ഇച്ചിരി പഠനത്തിന് ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആദ്യം ഒരു ഇതുപോലെ തോന്നി. പിന്നെ അവൾക്ക് ഇഷ്ടമാണ്, അവളുടെ താല്പര്യം, അവളുടെ അച്ഛനെ സഹായിക്കാൻ കൂടി അങ്ങനെ അതൊരു സന്തോഷമാണ്. ആണ് ഞങ്ങളുടെ ഗിരീഷ് ചേട്ടൻ. അച്ഛയുടെ കൂടെ പണ്ട് മുതലേ മരിക്കാറിലുള്ള ചേട്ടനാണ്. എനിക്ക് അച്ഛയെ പോലെ തന്നെ എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് ഈ ചേട്ടനാണ്. എൻ്റെ പേര് ഗിരീഷ്. ഞാൻ മരക്കാറിലായിരുന്നു. ഞങ്ങൾ അപ്പം ജോസഫായിട്ട് അവിടുത്തെ മരക്കാർ നിർത്തിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വർക്ക്ഷോപ്പ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ആൻസിയുടെ 10ാം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞാൽ അവധിയൊക്കെ ആയപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെറുതായിട്ടൊക്കെ പണി ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേന് ചെറിയ പണി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയും. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇത് ചെയ്യുന്നത് നല്ലതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേന് ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് നല്ല ഇതായതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇന്നടത്ത് വരുന്നതല്ലേ എന്ന് ഇങ്ങോട്ട് പറയും. അപ്പോൾ നമ്മൾ ശരിയാണ്, അവൻ കറക്റ്റായിട്ട് ഇത് ഓർത്തോർത്ത് വെക്കുന്നുണ്ട്. പഴയ ചെയ്യുന്നത് പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേന് അതിൻ്റെ ഇന്ന സ്ഥലത്ത് വെച്ചതല്ലേ, പിന്നെ സാധനങ്ങൾ അടുക്കി വെക്കുന്നതെല്ലാം കറക്റ്റായിട്ട് വെക്കുന്നതെല്ലാം ചെയ്യുന്നത് നമുക്കറിയാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തെടുത്തപ്പോൾ ചെയ്യുന്നുണ്ട് നല്ലതായിട്ട്. ഇതാണ് എൻ്റെ അപ്പൻ്റെ അനിയൻ. ഞാൻ അപ്പാപ്പി എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് സെബാസ്റ്റ്യൻ ഡൊമിനിക് എന്നാണ്. അപ്പാപ്പയ്ക്ക് മണർക്കാട് വർക്ക്ഷോപ്പുണ്ട്. എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എനിക്ക് ബുള്ളറ്റിൻ്റെ വർക്ക്ഷോപ്പാണ് മണർകാട്, സെബീസ് ബുള്ളറ്റ് വർക്ക്ഷോപ്പ്. ഇവൾ വളർന്നു വരുന്ന ഒരു മെക്കാനിക്കാണ്. ഇവളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഇവൾ നോർമലായിട്ട് ജനറൽ സർവീസ് എല്ലാം ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. വീണ്ടും ഉയർന്നു വരട്ടെ. ഇനിയും ഇതുപോലെ തന്നെ പെൺകുട്ടികൾ ഇതിലോട്ട് വരട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഇവിടെ വന്ന് എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത കിടു വീഡിയോയിലെ കണ്ണൻ ചേട്ടന് വന്നതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം. എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി തരാം.